ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ന് നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നല്ലേ? ശരിയാണ്, ഇന്ന് നൂഡിൽസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രത്യേക സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. മാഗിയുടെ കറി നൂഡിൽസാണ് ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും അത് കിട്ടും. ഇവിടെ UAE-യിലായതുകൊണ്ടാണ് അത് കറി നൂഡിൽസ് എന്ന് വരുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സാധാ നൂഡിൽസ് തന്നെ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതിൻ്റെ ഗ്രേവി എടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് പീസായിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മളിന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കടായി വയ്ക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളച്ച് വരട്ടെ. കണ്ടോ, ഒരുമാതിരി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാഗിയുടെ പാക്കറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്നൊരു മസാല ചെറിയ പാക്കറ്റ് ഉണ്ട്, അത് പൊട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. 3 പാക്കറ്റ് മാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പാക്കറ്റ് മസാലപ്പൊടിയും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളക്കാൻ വിടാം. ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ കറിയുടെ ഗ്രേവി, ആ ഗ്രേവി ഒരു 3.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാം. കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ്, ദശ കട്ടിയുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, കറിയിൽ കിടന്നിരുന്ന പീസാണ് കേട്ടോ, അത് നന്നായിട്ട് പൊടിച്ച് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തിളച്ച് വരട്ടെ, കുത്തി തിളച്ച് വരണേ. കുത്തി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ മാഗി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 3 മാഗിയും ഞാനിവിടെ ഇട്ട് കൊടുത്തേ. നല്ല ഫ്ലെയിമിൽ തന്നെ ഇത് റെഡിയാക്കണേ. എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഉച്ചയ്ക്ക് ചിക്കൻ കറി വെച്ച് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല പോലെ തിളച്ച് വരട്ടെ. ഒരു 3-4 മിനിറ്റോളം നല്ല പോലെ തിളയ്ക്കാനായിട്ട് വിടുക. അപ്പോഴേക്കും ഏകദേശം മാഗി വെന്ത് വരും. ഒരു 60% മാഗി ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു മൂടി നമുക്ക് വെക്കാം, അടുപ്പ് ഓഫ് ചെയ്തിട്ട്. ഈ ഗ്രേവിയിൽ തന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആവിയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരേണ്ടതുണ്ട് മാഗി. 10 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നൊന്ന് നോക്കാം. അടുപ്പ് ഓഫ് ചെയ്തേക്കണേ അടച്ചു മൂടി വയ്ക്കുമ്പോൾ. കണ്ടോ, ആ ഒരു ഗ്രേവിയൊക്കെ നല്ല പോലെ പാകത്തിന് നൂഡിൽസിലേക്ക് പിടിച്ചിട്ട് നല്ല പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയിട്ടുമില്ല, കുറച്ച് വേവ് ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാവുന്ന ഒന്നാണ്. ഓതൻറ്റിക് രീതിയിലുള്ള ചിക്കൻ നൂഡിൽസ് വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇത് നമുക്ക് ചിക്കൻ കറി ബാക്കി വന്നാൽ ചെയ്യാവുന്നൊരു ഐഡിയയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.